മലേഷ്യൻ മഞ്ഞ. തേങ്ങ വലുതാണ്, നല്ല വലിയ റൗണ്ട് തേങ്ങയാണ്. ഏകദേശം പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു 600 ഗ്രാമിന് പുറത്ത് എങ്ങനെയുണ്ടോ. കാസർഗോഡ് നാടൻ തെങ്ങ് നമ്മൾ വെള്ളമില്ലാത്ത തന്നെ വലിയ കുന്നും പ്രദേശത്ത്, ഈ വെട്ടുകല്ലെടുക്കുന്ന പോലത്തെ കുന്ന് ആയാലും പ്രശ്നമില്ല. അവിടെയൊക്കെ നന്നായി വരുന്ന ഒരു തെങ്ങാണ് ഈ കാസർഗോഡ് തെങ്ങ്. അതുപോലെ 100 വർഷമായ തെങ്ങൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ 100-125 വർഷമായ തെങ്ങൊക്കെ ഉണ്ട്. 2ാം വർഷം തന്നെ പൂക്കുല വരുന്നുണ്ട്. പൂക്കുല വരുന്ന ഏറ്റവും മികച്ച ഗംഗാമോണ്ടത്തെ ഒറിജിനൽ ഗംഗാമോണ്ടത്തെ തൈയാണ്. പിന്നെ ഇതിന്റെ തേങ്ങന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഓവൽ ടൈപ്പ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു പിന്നെ ഈ പപ്പായ ഉണ്ടല്ലോ, പപ്പായന്റെ ടൈപ്പ് അതിന്റെ തേങ്ങ വരുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച തെങ്ങാണ് ഈ കുറ്റിയാടി തെങ്ങ് എന്ന് പറഞ്ഞാല്. നല്ല പ്രതിരോധ ശേഷിയൊക്കെ കൂടിയ തെങ്ങാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതിന്റെ കുറ്റിയാടിയിലൊക്കെ. 18ാം പട്ട എന്ന് പറഞ്ഞാൽ 18ാം പട്ട എന്ന് പറഞ്ഞാല് പിന്നെ ഇളനീരിന് മാത്രം ഉപയോഗിക്കുന്ന തെങ്ങാണിത്. നമുക്കിപ്പം ഏതൊക്കെ ഇനത്തിൽപ്പെട്ട തെങ്ങും തൈകളാണ് ഉള്ളത് കൊടുക്കാൻ? നമ്മളിലുള്ള ഈ തെങ്ങും തൈയാന്ന് പറഞ്ഞാൽ ഈ ഗംഗാബോണ്ടം എന്നുള്ള ഇനാണ്. ഗംഗാബോണ്ടം അല്ലേ? ഗംഗാബോണ്ടം. ഇപ്പൊ ഈ തൈ കൊണ്ട് നടുകയാണെങ്കിൽ നമുക്ക് 2ാം വർഷം തന്നെ പൂക്കുല വരുന്നുണ്ട്. പൂക്കുല വരുന്ന ഏറ്റവും മികച്ച ഗംഗാബോണ്ടത്തെ ഒറിജിനൽ ഗംഗാബോണ്ടത്തെ തൈയാണ്. പിന്നെ ഇതിന്റെ തേങ്ങന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഓവൽ ടൈപ്പ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു പിന്നെ ഈ പപ്പായ ഉണ്ടല്ലോ, പപ്പായന്റെ ടൈപ്പ് അതിന്റെ തേങ്ങ വരുന്നത്. 2ാം വർഷം തന്നെ കായ്ക്കുന്ന ഏറ്റവും പിന്നെ നല്ല രീതിയിൽ ആദായം തരുന്നുണ്ട്. അത് എണ്ണക്കും നമുക്ക് അരക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന, പിന്നെ ഇളനീരിനും എണ്ണയ്ക്കും അരക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന തെങ്ങാണ് ഗംഗാബോണ്ടം. ഇഷ്ടംപോലെ തൈകൾ നമ്മളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഈ കുറ്റിയാടി എന്നുള്ള ഇതെല്ലാം ഗംഗാബോണ്ടാണ്. ഇത് പിന്നെ കുറ്റിയാടി എന്നുള്ള ഇനാണ്. കുറ്റിയാടി എന്ന് പറഞ്ഞാല് നമുക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല തെങ്ങാണ് കുറ്റിയാടി തെങ്ങ്. എണ്ണന്റെ കണ്ടന്റ് ഒക്കെ കൂടിയ സാധാരണ നാടൻ തെങ്ങുകളാണ് ഈ കുറ്റിയാടി തെങ്ങുകൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച തെങ്ങാണ് ഈ കുറ്റിയാടി തെങ്ങ് എന്ന് പറഞ്ഞാല്. നല്ല പ്രതിരോധ ശേഷിയൊക്കെ കൂടിയ തെങ്ങാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതിന്റെ കുറ്റിയാടിയിലൊക്കെ. നമ്മളിവിടെ തന്നെ ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ അവിടുന്ന് കുറ്റിയാടിന്ന് തേങ്ങ കൊണ്ടുവന്നിട്ട് പിന്നെ വിത്ത് പാകിയിട്ട് തൈ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ എവിടെ വേണമെങ്കിൽ നമ്മൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം കുറ്റിയാടിയാ? ഇത് പിന്നെ കാസർഗോഡൻ പിന്നെ നാടൻ തെങ്ങുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? കാസർഗോഡ് നാടൻ തെങ്ങ് നമ്മൾ വെള്ളമില്ലാത്ത തന്നെ വലിയ കുന്നും പ്രദേശത്ത്, ഈ വെട്ടുകല്ലെടുക്കുന്ന പോലത്തെ കുന്ന് ആയാലും പ്രശ്നമില്ല. അവിടെയൊക്കെ നന്നായി വരുന്ന ഒരു തെങ്ങാണ് ഈ കാസർഗോഡൻ തെങ്ങ്. അതുപോലെ 100 വർഷമായ തെങ്ങൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ 100-125 വർഷമായ തെങ്ങൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ തെങ്ങുകളുണ്ട്. നല്ല ആദായം തരുന്നുണ്ട്. വെള്ളം കൊടുക്കാതെ തന്നെ ആദായം തരും. നമ്മൾ ഇതിന് പ്രത്യേക ഒരു പരിചരണം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നടുമ്പോൾ തന്നെ എങ്ങനെ പറഞ്ഞാൽ 27 ഫീറ്റ് ദൂരം നടണം. ഒരു 9 മീറ്റർ 8 മീറ്റർ 9 മീറ്ററിന്റെ ഉള്ളിൽ നടണം. അതിനേക്കാൾ അടുക്കാൻ പാടില്ല തെങ്ങിന്റെ ഡിസ്റ്റൻസ്. ആ ഒരു ഗ്യാപ്പ് വേണം. ഈ ഗംഗാബോണ്ടാണെങ്കിൽ ഒരു 5-6 മീറ്ററിൽ നമുക്ക് നടാൻ പറ്റും. ഈ നമ്മുടെ ഈ കാണുന്ന ഗംഗാബോണ്ട് അല്ലേ? 5-6 മീറ്ററിൽ നടാൻ പറ്റും. അതായത് ഒരു 15 അടി അല്ലേ? ഒരു 15 അടി ഗ്യാപ്പിൽ നടാൻ പറ്റിയതാണ് ഈ കാണുന്ന ഗംഗാബോണ്ട് അല്ലേ? ഇതൊക്കെ എത്ര വർഷം കൊണ്ടിട്ട്? നമുക്ക് 2.5 വർഷം കൊണ്ട് തന്നെയാണ്. ഇത് പിന്നെ ഗംഗാബോണ്ട് 2.5 വർഷം കൊണ്ട് കായ്ക്കുന്നതിനാണ്. പിന്നെ നല്ല നിറയെ തേങ്ങ കിട്ടുന്ന നല്ല പിന്നെ ഒരു പപ്പായ ടൈപ്പിലുള്ള തേങ്ങ. അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് മെയിൻ പ്രശ്നം പല തെങ്ങ് കർഷകർ നേടുന്ന വെച്ചാൽ ചെല്ലിശല്യം അല്ല കൊമ്പൻ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ. അങ്ങനെ എന്തെങ്കിലും വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ അങ്ങനെ വരാത്ത തെങ്ങിനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഈ കുറ്റിയാടി തെങ്ങുകൾക്ക് അത് അത്ര പിന്നെ കാര്യമായി ബാധിക്കുന്നില്ല. ബാക്കി നമ്മൾ ഈ ഗംഗാബോണ്ടത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നിലവിൽ ഇപ്പോൾ ഹോമിയോ മരുന്നുകളൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനെ പിന്നെ ഈ വണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട പിന്നെ മരുന്നുകളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്ക് ഒരാഴ്ച ഒരു പ്രാവശ്യം നമ്മൾ അതിന്റെ ചോട്ടിൽ പോയി നോക്കണം. എന്താ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ കാണുന്ന ഗംഗാബോണ്ട് അല്ലേ? ഗംഗാബോണ്ടാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളുള്ളവർക്ക് പറ്റിയത് കുറ്റിയാടി തന്നെയാണ്. കുറ്റിയാടി ആകുമ്പോൾ കായ്ക്കാൻ ഒരു 5-6 വർഷമാവും. ഗംഗാബോണ്ടാകുമ്പോൾ 2ാം വർഷം തന്നെ പൂക്കുല വരുന്നുണ്ട്. മലേഷ്യൻ പിന്നെ ഗ്രീൻ എന്നുള്ള ഇനമാണ്. മലേഷ്യൻ ഗ്രീൻ. ഇതിന് തേങ്ങ ഉണ്ട്, വലിയ തേങ്ങയാണ്. നമുക്കൊരു പിന്നെ ഒരു 600 ഗ്രാമിന്റെ മുകളിലുണ്ടാവും ഒരു തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ. മലേഷ്യൻ ഗ്രീൻ ഇത് 3 വർഷം കൊണ്ട് 3ാം വർഷം കായ്ക്കുന്നുണ്ട്. ഇത് കുള്ളനെ ഞങ്ങളാണ്. ഇത് തേങ്ങ തന്നെ വലിയ സൈസുള്ള വലിയ തേങ്ങയാണ്. ഒരു 600-700 ഗ്രാമെല്ലാം വരുന്ന ഒരു തേങ്ങ. 3ാം വർഷം കായ്ക്കുന്നുണ്ട് ഇത്. പിന്നെ അതുപോലെ പ്രതിരോധ ശേഷി കുറച്ചുകൂടി കൂടിയ പിന്നെ ഈ ഗംഗാബോണ്ടത്തിനേക്കാളും കുറച്ചും കൂടി പ്രതിരോധ ശേഷി കൂടിയ തെങ്ങാണ് ഈ മലേഷ്യൻ ഗ്രീൻ. അതുപോലെ തന്നെ മലേഷ്യൻ യെല്ലോ, മലേഷ്യൻ അപ്പുറം ഉണ്ട്. ഈ കാണുന്ന മലേഷ്യൻ ഗ്രീൻ്റെ തൈകളാണ്. മലേഷ്യൻ ഗ്രീൻ്റെ തൈകളാണ്. ഗംഗാബോണ്ടത്തിനെക്കാട്ടിൽ അത്യാവശ്യം പ്രതിരോധ ശേഷിയുള്ളതാണ് മലേഷ്യൻ ഗ്രീനും മലേഷ്യൻ യെല്ലോയും. പിന്നെ നമുക്കിപ്പോൾ കണ്ടത് നമ്മൾ മലേഷ്യൻ ഗ്രീൻ ആണല്ലേ? ഈ കാണുന്നുണ്ട് മലേഷ്യൻ യെല്ലോ. ഇതുണ്ട് മലേഷ്യൻ യെല്ലോ എന്നുള്ള ഇനമാണ്. മലേഷ്യൻ മഞ്ഞ. ഈ തൈകൾ എന്തോ വ്യത്യാസം കാണുമ്പോൾ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇത് തൈകള് പിന്നെ ഈ തേങ്ങ വലുതാണ്, നല്ല വലിയ റൗണ്ട് തേങ്ങയാണ്. ഏകദേശം പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു 600 ഗ്രാമിന് പുറത്ത് എങ്ങനെയുണ്ടോ ഒരു തേങ്ങ. ഈ യെല്ലോയും ഗ്രീനും തമ്മിലുള്ള ഇത് മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ അത് നല്ല പച്ച കളറായിട്ട് വരുന്നുണ്ട് ഈ ഒരു കമ്പനി അല്ലേ? ഈ ഒരു ഇതിന് ഇതൊരു 3 വർഷം കൊണ്ട് കായ്ക്കുന്നു. 3 വർഷം കൊണ്ട് കായ്ക്കുന്നത്. ഇതിപ്പോൾ ഇളനീരിനും പിന്നെ എണ്ണയ്ക്കും പിന്നെ അതുപോലെ തന്നെ
ഈ അരക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന തെങ്ങാണ് ഈ മലേഷ്യൻ ഗ്രീൻ, അതുപോലെ തന്നെ മലേഷ്യൻ പച്ച. പിന്നെ ഇത് 18-ാം പട്ട എന്ന് പറഞ്ഞത്. 18-ാം പട്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഇളനീരിന് മാത്രം ഉപയോഗിക്കുന്ന തെങ്ങാണിത്. അപ്പൊ നമുക്ക് ഇളനീര് തേങ്ങയായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് ഇതിന്റെ ഇഷ്ടംപോലെ തൈകളുണ്ട്. ഈ കാണുന്നൊക്കെയാണോ? ഇതൊക്കെ ഇത് മലേഷ്യൻ യെല്ലോ മലേഷ്യൻ യെല്ലോ വലിയ തൈയാണ്. യെല്ലോയുടെ വലിയ തൈകളല്ലേ? വലിയ തൈകൾ. ഇത് നമ്മുടെ 18-ാം പട്ട തെങ്ങ്. 18-ാം പട്ട അത് പിന്നെ ഈ ഇളനീരിന് മാത്രം ഉപയോഗിക്കുന്ന 90 ഇതിനുണ്ട്. 18-ാം പട്ട 90. ഓക്കെ. അതൊക്കെ പിന്നെ ഇളനീരിന് മാത്രം ഉപയോഗിക്കുന്ന, ഇളനീർ പർപ്പസ് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. നമുക്കപ്പോൾ എല്ലാ വെറൈറ്റിയുള്ള തെങ്ങിൻ തൈകൾ നമുക്ക് ഇവിടെ ഒരു 12ഓളം വെറൈറ്റി തെങ്ങും തൈയുണ്ട്. അതുപോലെ തന്നെ അത്ര തന്നെ കവുങ്ങും തൈകളുണ്ട്. ഓക്കെ. നമുക്ക് കരിക്കിന് വേണ്ടി മാത്രമുണ്ട്, എണ്ണയ്ക്ക് വേണ്ടി മാത്രമുണ്ട്, ഇതിനെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്. അല്ലെ? നാടൻ വെറൈറ്റി ഉണ്ട്, കുള്ളം വെറൈറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ.